ഹലോ എവരി വൺ വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ. നിങ്ങൾ +1 അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് റീവാലുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റീവാലുവേഷൻ്റെ വാലുവേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂ. 3-4 ദിവസം റീവാലുവേഷൻ്റെ വാലുവേഷൻ എടുക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് വരികയുള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, സാറേ ഞങ്ങൾ റീവാലുവേഷനെ കുറിച്ച് ഞങ്ങളുടെ ഗ്രേഡ് മാറിയാൽ അതെങ്ങനെയാണ് ഞങ്ങളുടെ ഇതിലേക്ക് ആഡ് ആവുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ എന്നൊരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ റീവാലുവേഷൻ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആ റീവാലുവേഷൻ കൊടുത്ത സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് ഏതൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ nafi.edupote എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും അവിടെ സെറ്റാക്കി തരും. അപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇന്ന് ഈ 28, 29, 30 ദിവസങ്ങളിലായിട്ടാണ് മിക്കവാറും റീവാലുവേഷൻ്റെ വാലുവേഷൻ തീർക്കുക. പക്ഷേ ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ മലബാർ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പല അധ്യാപകർക്കും റീവാലുവേഷൻ ക്യാമ്പിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന വിവരം കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഒന്ന് മെയ് 31, ജൂൺ 1 എന്ത് ചെയ്തേക്കാം, റീവാലുവേഷൻ ഡേറ്റ് റിസൾട്ട് വരാനുള്ള ഡേറ്റ് മാറിയേക്കാം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ജൂൺ 1, ജൂൺ 2 ഒക്കെ ചിലപ്പോൾ ആയേക്കാം. ചിലപ്പോൾ മിക്കവാറും മെയ് 30, 31 വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ റീവാലുവേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്ത് ചെയ്യും, നിങ്ങളുടെ റിസൾട്ടിലേക്ക്, അതായത് നിങ്ങളുടെ ഗ്രേഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവും. ഇനി പല കുട്ടികളും പറയുന്നത്, സാർ ഞങ്ങൾക്ക് റീവാലുവേഷൻ ഗ്രേഡ് മാറാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ അലോട്ട്മെൻറ്റിൻ്റെ സമയം ഒന്ന് നീട്ടണമെന്ന്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, സർക്കാർ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജൂൺ 2 എന്നുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് ചിലപ്പോൾ മാറ്റിയേക്കാം. അത് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ജൂൺ 2 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, മാറ്റിയേക്കാം. ഇപ്പോൾ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്തായാലും എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ ജൂൺ 2 ജൂൺ 2 നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ നിങ്ങൾക്ക് സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷൻ, താൽക്കാലിക അഡ്മിഷൻ എങ്കിലും നിങ്ങൾ എടുത്തു വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്കൂളിൽ ഇഷ്ടമില്ലാത്തൊരു കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ കൂടി നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ അഥവാ താൽക്കാലിക അഡ്മിഷൻ എങ്കിലും അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, എടുത്തിരിക്കണം എന്നൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് ഇനി മെയ് 30, മെയ് 31, ജൂൺ 1, ജൂൺ 2 എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. റീവാലുവേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഗ്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ആഡ് ആകും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആ ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ട് വെച്ചിട്ട് ചിലപ്പോൾ അടിപൊളി സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡേറ്റ് മാറ്റുന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒഫീഷ്യലായിട്ട് എന്ത് അറിയിപ്പ് വന്നാൽ ഞാൻ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ SSLCയിൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ +1 അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തു. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ പറഞ്ഞു പോകുന്നതിന് മുന്നേ എൻ്റെ nafi.edupote എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കാൻ ഞാനത് അവിടെ ക്ലിയർ ചെയ്തിട്ട്. അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.